PV അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത്? അദ്ദേഹം പറയട്ടെ, അതിന് ഉപോത്ബലകമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ മൊഴി കൊടുക്കുമ്പോഴാണോ അത് പറയേണ്ടത്? അന്ന് പറയേണ്ടത് അദ്ദേഹം. ഞാൻ അദ്ദേഹവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഈ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൊടുത്ത പരാതികളിൽ പല ഘട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും. എന്നിട്ട് അദ്ദേഹം തിരിച്ച് വിളിക്കുക, എന്താ പറയുക, വാട്സാപ്പ് കോളിലാണ്. എന്താ അതിൻ്റെ ആവശ്യം? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഞാൻ ഡയറക്റ്റ് കോളിൽ 9447060901 BSNL ഉണ്ടായ ആ കാലഘട്ടം തൊട്ട് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ നമ്പറാണ്. ആ നമ്പറിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം കോൾ കട്ട് ചെയ്തിട്ട് തിരിച്ച് എന്താ പറയുക, വാട്സാപ്പ് കോളിൽ അങ്ങോട്ട് വിളിക്കും. ഇതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു? ഒരു ഘട്ടത്തിലും പറയാതെ ഞാൻ ഗൂഢാലോചന നടത്തി. എനിക്കെന്തിനാണ് ഗൂഢാലോചന നടത്തേണ്ട കാര്യം? അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ കള്ളത്തരം, അദ്ദേഹം ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നായി പറഞ്ഞ് ഞാൻ ഇപ്പോഴും ആളുന്നില്ല. എന്തിനാണ് ഈ ചങ്ങാതിയെ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോഴും താങ്ങി നിർത്തുന്നത്? ഇപ്പോഴും താങ്ങി നിർത്തുകയാണ്. ഈ വിജിലൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ രേഖകൾ വെച്ച് കൊടുത്താൽ നാളെ ഞാനിത് കോടതിയിൽ പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞതാണ്. നാഗരേഷ് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്ത ഈ 4 ഡോക്യുമെൻ്റാണ് കോടതി ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും, ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്കിതിൽ ഗൂഢാലോചന നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഗൂഢാലോചന നടക്കുന്നത് പോലീസ് തന്നെ നിരന്തരമായി. ഇപ്പോൾ 26-27 കേസുണ്ട്. ഇപ്പോൾ ഒരു വിജിലൻസിൻ്റെ കേസ് വേറെ വരുന്നു. നാളെ ഏതൊക്കെ കേസ് എൻ്റെ പേരിൽ വരുമെന്ന് എനിക്കറിയാൻ പറ്റില്ല.